മലയാളത്തിന്റെ പ്രിയ താരം കലാഭവൻ മണിക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കലാഭവൻ മണിയുടെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടായ മണികൂടാരത്തിൽ അന്തിമ കർമ്മങ്ങൾക്കായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെല്ലാം അവിടെ കൂടിയിരിക്കുകയാണ്. വലിയ തിരക്ക് പോലീസിന് തിരക്ക് മൂലം ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ പോലീസിന് നിൽക്കാൻ പോലും ആകാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. വലിയ തിരക്ക്. ഒരുപക്ഷെ സമീപകാലത്ത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ യാത്രാമൊഴിയാണ് ഇത് എന്ന് നമുക്ക് പറയാം. അത്രയേറെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ ആയിരക്കണക്കിന് പേരാണ് കലാഭവൻ മണിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതിൽ വിവിധ പ്രദേശങ്ങൾ, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അതിൽ കാണാൻ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മനസ്സിലായോ? ഇന്നലെ വൈകുന്നേരം 7:15 ശ്രീ കലാഭവൻ മണി അന്തരിച്ചത്. ഇന്ന് രാവിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും പിന്നീട് സാഹിത്യ അക്കാദമി ഹാളിലും പൊതുദർശനത്തിന് ശേഷം ചാലക്കുടിയിലെ നഗരസഭ അങ്കണത്തിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെയെല്ലാം തന്നെ വലിയ ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. അവിടെയെല്ലാം അനുഭവപ്പെട്ട ജനത്തിരക്കിനേക്കാൾ വളരെ വലിയ ജനക്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയത്. രാവിലെ മുതൽ തന്നെ പലരും വീട്ടിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ കൃത്യം 5 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട് എന്നതിനാൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചില്ല. വീട്ടിൽ ബന്ധുക്കൾക്ക് മാത്രമായാണ് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. വലിയ നിരവധി പേരാണ്. ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ നടത്താൻ പറ്റാത്ത തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ബന്ധുക്കളുമെല്ലാം ആളുകളെ മാറ്റാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. വലിയ ഒരു തിക്കും തിരക്കും തന്നെ ഇവിടെ അനുഭവപ്പെടുന്നു എന്നതാണ് ഏറ്റവും അനുഭവപ്പെടുന്നു. പോലീസ് കല്യാണമല്ലല്ലോ ഇതിനകത്ത്. നിങ്ങളാണ് മാറാൻ കളിയിട്ട് ഇത് കല്യാണമൊന്നുമല്ലോ നടക്കുന്നത്. പോലീസിന്റെ സർക്കാരിന്റെ ബഹുമതികളോടുകൂടിയാണ് സംസ്കാരം. പോലീസ് ഔപചാരികമായി വിട നൽകുന്നതിനുള്ള പോലീസ് ഔദ്യോഗികമായ വിട നൽകുകയാണ്. ബഹുമതി നൽകുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നേടിയ വലിയ ഒരു നടൻ ആണ് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത്. സിനിമ നടൻ എന്നതിലുപരി നാടൻ പാട്ടുകൾ, മൺമറഞ്ഞുകൊണ്ടിരുന്ന നാടൻ പാട്ടുകളെ വീണ്ടും സജീവമാക്കി കൊണ്ടുവരുന്നതിൽ പല നാടൻ പാട്ടുകളും കണ്ടെത്തി അത് ചിട്ടപ്പെടുത്തി ഗാനങ്ങളാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് സുപ്രധാന പങ്കുവഹിച്ച ആളായിരുന്നു കലാഭവൻ മണിയും. മിമിക്രി കലാരംഗത്തും വലിയ
സംഭാവനകൾ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. കലാഭവനിലൂടെയാണ് അദ്ദേഹം മിമിക്രിയിൽ ഏറ്റവും സജീവമായി ഇടപെട്ടതും പിന്നീടാണ് സിനിമയിലേക്ക് വന്നതും. 1.5 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു കലാഭവൻ മണി. ഹാസ്യതാരമായി എത്തി, പിന്നീട് സഹ നടനായും നായകനായും പിന്നീട് വില്ലനായും തിളങ്ങിയ ഓഡിയോ വേണം. സിനീഷാണ് ഭൗതിക ശരീരത്തിന് തീ കൊളുത്തുക. എല്ലാവിധ സർക്കാരിന്റെ ബഹുമതികളോടെയാണ് സംസ്കാരം. പോലീസ് അല്പം മുമ്പ് ശ്രീ കലാഭവൻ മണിക്ക് അന്ത്യോപചാരം തിരക്ക് നിയന്ത്രിക്കാനുള്ള വലിയ തിരക്ക് നിയന്ത്രിക്കാനുള്ള വലിയ ശ്രമമാണ് ബന്ധുക്കളും കലാഭവന്റെ സുഹൃത്തുക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കാണ്. ചടങ്ങുകൾ നല്ല രീതിയിൽ സുഗമമായി നടത്താൻ പറ്റാത്ത തിരക്ക്. പോലീസ് പോലും
ഇപ്പോൾ ചിതയ്ക്ക് തീ കൊടുക്കാനുള്ള അവസാന ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ തിരക്ക് വീട്ടിന് അകത്തും സംസ്കാരം നടക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ വീട്ടിന് പുറത്തും നിരവധി ആളുകളാണ് ഇപ്പോഴും കലാഭവൻ മണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് പോലീസിന് നിയന്ത്രിക്കാനാകുന്നില്ല. കലാഭവൻ മണിയുടെ അന്ത്യയാത്രാ ചടങ്ങുകളാണ് അദ്ദേഹത്തിന്റെ വീടായ മണികൂടാരത്തിൽ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനാണ് ചിതയ്ക്ക് തീയിടുന്നത്. അല്പസമയം കൊണ്ട് തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും. കേരള സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ചടങ്ങുകൾ നടക്കുന്നത്. നിരവധി ആളുകളാണ് കലാഭവൻ മണിക്ക് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി ചാലക്കുടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് വരാം വളരെ പെട്ടെന്ന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.